ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ ലിബാൻ സാർ വന്നിട്ടുണ്ട്. എന്താ അറിയില്ലേ, നാളത്തെ നിങ്ങളുടെ എക്സാമിനേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ് ഇതൊരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 20% മാർക്ക് ഏവറേജ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ്, ഇന്ന് രാത്രി നിങ്ങൾ തീർച്ചയായിട്ടും 6 മണിക്കൂർ മിനിമം ഉറങ്ങിയിരിക്കണം. കാരണം ഇന്ന് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താലേ നാളത്തെ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉസൈൻ ബോൾട്ടോട് പോയി ചോദിച്ചു നോക്കൂ, നാളെ ഒളിമ്പിക്സിന്റെ ഫൈനൽ ആണെങ്കിൽ അന്ന് രാത്രി ഉറപ്പായിട്ടും 6 അല്ല 8 ഹവേഴ്സ് ആര് ഉറങ്ങാറുണ്ട്, ഉസൈൻ ബോൾട്ട് ഉറങ്ങാറുണ്ട്. കാരണം എന്താ, പിറ്റേ ദിവസം എന്റെ സ്ട്രെങ്ത് എനർജി അടിപൊളിയായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഉറക്കം ഒഴിവാക്കരുത്. കാരണം നാളെ രാവിലെ സമയമുണ്ട്, നാളെ രാവിലെയും റിവൈസ് ചെയ്യാൻ എന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് പറ്റും. നെക്സ്റ്റ്, ഡ്രിങ്ക് മോർ വാട്ടർ. ഇന്ന് രാത്രി ആണെങ്കിലും നാളെ രാവിലെ ആണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. നല്ല വെള്ളം കുടിച്ചാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പൊ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, എക്സാമിനേഷൻ ഹാളിൽ പോകുന്നതിന് മുൻപ് ഒന്നും ഇല്ല എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ 100% ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ ടെൻഷനായി എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സാം തെറ്റാനുള്ള സാധ്യതയുണ്ട്. എക്സാമിനേഷനിൽ മിക്ക ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിക്കൊള്ളണം എന്നില്ല. നെക്സ്റ്റ്, ബി കോൺഫിഡന്റ്. ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാനാണ് ഇവിടുത്തെ മെയിൻ, ഇൻവിജിലേറ്റർ ഒക്കെ എന്നെ നോക്കാൻ വന്ന ഒരാളാണ്, എന്റെ അണ്ടറിലുള്ള ഒരാളാണ് എന്നൊരു കരുതൽ വേണം. കാരണം എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തലമാറിപ്പോയരുത്, നമ്മളെ മൈൻഡ് ഔട്ട് ആവരുത്. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇതൊക്കെ എനിക്ക് അറിയാം, ഞാൻ എങ്ങനെയെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യും എന്ന ഒരു കോൺഫിഡൻസ് വേണം. ഒരിക്കലും ഗിൽക്രിസ്റ്റ് ആണോ ദ്രാവിഡാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഒരു ബൗൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ബോൾ വരുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് എന്നുള്ളൊരു ഇന്റൻഷൻ വേണം. ക്രിക്കറ്റേഴ്സിന് കറക്റ്റ് മനസ്സിലാവും, നമ്മൾ എന്ത് കാണുമ്പോഴും ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി വേണം. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി വേണം, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഒരിക്കലും ഞാൻ പിന്നോട്ട് പോകുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് തകരും. നെക്സ്റ്റ്, ബി ഏർലി. ബസ് കയറിയാണെങ്കിലും നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും എങ്ങനെ പോകുന്ന ആൾക്കാരെങ്കിലും സാധാരണ പോകുന്നതിനേക്കാൾ ഒരു 20 മിനിറ്റെങ്കിലും മിനിമം നിങ്ങൾ മുന്നേ പോവുക. കാരണം അഥവാ ബസ് പഞ്ചറായാലോ പിന്നെ ടെൻഷനാ, അയ്യോ ഇന്ന് എക്സാം സമയത്തെത്തും. ഏതോ ഒരു സ്ഥലത്തെക്കാരും ഒരു റോഡ് പണി ഉള്ളത് കാരണം ബസ്സുകളൊക്കെ ബ്ലോക്ക് ആയിട്ട് എക്സാമിനേഷനിൽ കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട്. സോ അത്രയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കണം. അത് നിങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ദെൻ പീസ്. അന്ന് എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾ പീസ് ആയിരിക്കണം. ബസ് കണ്ടക്ടർ നിങ്ങളോട് ചൂടായി, നിങ്ങൾ ചിരിച്ചിട്ട് ഞാനിന്ന് എക്സാം എഴുതാൻ പോവാ, നാളെ കാണിച്ചു തരാം, ആ പീസ് ആയിരിക്കണം. കാരണം നിങ്ങളുടെ മൈൻഡ് ഒരിക്കലും ഡിസ്റ്റർബ്ഡ് ആവരുത്. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങളെ വേറെ ഒരു കാര്യം അലട്ടരുത്. അതുകൊണ്ട് പീസ് മാത്രമായിരിക്കണം ഇന്നും നാളെയും നിങ്ങളുടെ മൈൻഡിൽ. ആരോടും ദേഷ്യപ്പെടരുത്, എല്ലാവരോടും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പെരുമാറണം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ കാണുകയാണെങ്കിൽ ഒന്നൊരു ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ പറഞ്ഞിട്ട് സാറേ ഒന്ന് പ്രാർത്ഥിക്കണം. ഉമ്മാനോടോ അല്ലെങ്കിൽ ഒന്ന് ദ്വാരിക്കാൻ വേണ്ടി പറയണം. എല്ലാവരോടും ആ ഒരു മൈൻഡ്, ആ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. ആ ഒരു മൊറാലിറ്റി, ആ ഒരു മോറൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ആ ഒരു ഗുരുത്വവും പൊരുത്തവും കിട്ടും. ചില കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോളന്നില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും അവരുടെ ആ ഗുരുത്വം പൊരുത്തം നിങ്ങൾ വാങ്ങിയിരിക്കണം. പ്ലാൻ, ഓർഗനൈസ് ആൻഡ് കൺട്രോൾ. എക്സാമിനേഷൻ ഹാൾ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. എന്തായാലും നിങ്ങൾക്കറിയാം, എല്ലാ സെക്ഷനിലും ഓരോ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്കിപ്പിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാനുള്ള 4 ക്വസ്റ്റ്യൻസ് ഏതാ നിങ്ങൾ ആദ്യമേ നോക്കണം. അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുക, അറിയുന്ന ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ആദ്യം എഴുതുക, അറിയാത്ത ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മാറ്റി വെക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സ്റ്റക്ക് ആയി പോയാൽ അത് അവിടെ ക്ലോസ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്താൽ മതി. ഇനി ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് റീഡ് ആൻഡ് കറക്റ്റ്. എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവസാന സമയം ഞാൻ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കരുത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും കറക്റ്റ് ചെക്ക് ചെയ്യുക. നമ്പർ കറക്റ്റ് ആണോ എഴുതിയത്, എല്ലാ ആൻസേഴ്സിലും നമ്പർ ഇട്ടിട്ടുണ്ടോ, എല്ലാ ആൻസറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എ ഓപ്ഷൻ ഉണ്ട്, ബി ഓപ്ഷൻ, 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ചിലപ്പോൾ ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് 5+1 ആയിരിക്കും, ചിലപ്പോൾ 4+1 ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2+1, 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും വരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ചിലപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അടുത്ത് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പം അത് വിട്ടുപോയോ നോക്കാം. ഇനി എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എല്ലാ ആൻസേഴ്സും എഴുതിയിട്ടുണ്ടോ, അത് എഴുതിയത് കറക്റ്റ് തന്നെയാണോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രത്യേകിച്ച് തിയറി ക്വസ്റ്റ്യൻസ്, തിയറിയിൽ ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യണം, ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കണം, കാരണം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ എക്സാമിനേഷന് ഒരു 20% കൂടുതൽ. അഥവാ ഇതൊരു മൈൻഡ് ഗെയിം ആണ്, നമ്മൾ ഇതിനെ നേരിടാൻ വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവുക. നാളത്തെ എക്സാമിനേഷനിൽ
അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഫുൾ A+ഉം ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ലിബാൻ സർ ആശംസിക്കുകയാണ് ഹൃദയത്തിൽ നിന്നും. വീണ്ടും ബൈ.